SDPIക്കെതിരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും SDPIയുടെ പ്രവർത്തനം മുൻ PFI നേതാക്കളെ ഉൾപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. PFI നേതാക്കളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് SDPIയുടെ ചുമതലയെന്നും ഏജൻസിയുടെ കണ്ടെത്തലുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് സഹിൻ ആന്റണിയാണ്. സഹിൻ, ED പിടിമുറുക്കുന്നു ഒരു വശത്ത്, പിന്നാലെ IBയും നീക്കം SDPIയെ നിരോധനം, അതിലേക്കാണോ? സേതു, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം SDPIക്കെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ED ശക്തമായ നീക്കവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ SDPIയുടെ പാർട്ടി ഓഫീസുകൾ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിരുന്നു, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല SDPIയും PFI തമ്മിൽ, പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ED ചില റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നു. അതിൽ 3,75,00,000 രൂപ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മാത്രമായി PFIയിൽ നിന്നും SDPI നേടിയിട്ടുണ്ട്. അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന പണമാണ് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ ശക്തമായൊരു റിപ്പോർട്ടാണ് SDPIക്കെതിരെ തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് PFIയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന അതിൻ്റെ ഒരു ചുമതല മാത്രമേ SDPIക്കുള്ളൂ. PFI നേതാക്കൾ തന്നെയാണ് SDPIയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. മാത്രമല്ല SDPI നിയന്ത്രിക്കുന്നത് PFIയുടെ നേതാക്കളാണ്, ഉന്നത സ്ഥാനത്തിലുള്ള ആളുകൾ. അതിൽ അവർ നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ നിർവഹിക്കുന്ന ഒരു ചുമതല മാത്രമാണ് SDPI നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. മാത്രമല്ല രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. മാത്രമല്ല SDPIക്ക് വേണ്ടി പണം പിരിക്കുന്നതിനായി ഒരു പ്രത്യേക സംഘം ഉണ്ടായിരുന്നു. ആ സംഘം പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പണം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ SDPIക്കെതിരെ ഇന്റലിജൻസ് ബ്യൂറോ തയ്യാറാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ അത് കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്യും. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ SDPIയുടെ ഒരു നിരോധനമോ അല്ലെങ്കിൽ ഇവരെ ഇലക്ഷൻ കമ്മീഷനുമായി ഏർപ്പെട്ടുകൊണ്ട് അവരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു നടപടികളിലേക്കോ പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ശരി സഹിൻ, ഇനിയിപ്പോ ഈ റിപ്പോർട്ട് സമർപ്പിക്കൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിൽ തന്നെ ഒന്നല്ലെങ്കിൽ സംഘടനയെ നിരോധിക്കണമെന്നായിരിക്കും ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ മറ്റൊരു വ്യവസ്ഥയുള്ളത് ഈ സംഘടനയെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ, അത് ഇലക്ഷൻ കമ്മീഷനിൽ അത് സംബന്ധിച്ചുള്ള ഒരു ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകാം. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും SDPIക്കെതിരെ പിടിമുറുക്കുകയാണ്. EDക്ക് പിന്നാലെ ഇപ്പോൾ IBയും വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.